ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷസിൻ ടേസ്റ്റി ട്രീറ്റ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകാം. അതിനുവേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടല വാഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 1.5 ടീസ്പൂണ് കൊറിയൻഡർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ സാൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കടല വേകാൻ ആവശ്യമുള്ള വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 250 ml 3 കപ്പോളം വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കടല. ഈ സമയത്ത് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു ചെറിയ തേങ്ങ ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യമായ വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 250 ml 3/4 കപ്പ് വാട്ടറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇപ്പം എന്താ, നമ്മുടെ കടലയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ആ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ കറിവേപ്പില കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അടിപൊളി കറിയുടെ റെഡിയായി കേട്ടോ. കടലക്കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ദോശയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കുക. ഞാനിവിടെ പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. പുട്ടും കടലക്കറിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തത് നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.